അങ്ങനെ പോലെ 24 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം കോഴിക്കോട് നിന്ന് ഗുജറാത്തിലെ സൂറത്ത് വന്ന് ഇറങ്ങി. ഓരോ നാട്ടിലും ഓരോ സംസ്കാരം ഉണ്ടാവല്ലോ, വയ്യ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഡോർമെറ്ററി തപ്പിട്ട് ഇറങ്ങി. 300 രൂപയ്ക്ക് വരെ ഇവിടെ ഡോർമെറ്ററി കിട്ടും. പുലർച്ചെ 4 മണിയായിട്ടും ഈ പട്ടണവും ഈ പട്ടണത്തിൽ നിലനിൽക്കുന്ന കച്ചവട സംസ്കാരങ്ങളും ഈ പട്ടണത്തിന്റെ ഭംഗി കൂട്ടി. കാഴ്ചകൾ പലതും നിന്ന് നിപ്പിൽ കണ്ടു തീർക്കാൻ തന്നെ തീരുമാനിച്ചു. ഗുജറാത്തി സർക്കാരിന്റെ ബസ്സുകളൊക്കെ നേരം വെളുക്കുന്നതിന് മുന്നേ ഓടി തുടങ്ങുന്നുണ്ട്. ബസ്സുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും ഈ നഗരം ഭരിക്കുന്നത് ഓട്ടോക്കാരാണ്. ഫുഡ് കഴിക്കാൻ കയറി ഹോട്ടലിലെ വാഷ് ബേസ് കണ്ട പട്ടി കഞ്ഞോളം കുടിക്കില്ല. ഇവിടുത്തെ മെനുവിൽ സ്പെഷ്യൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നോ ബീഫ് അലൗഡ്. നമ്മൾ നിൽക്കുന്ന ഗുജറാത്തിലാണ്. ആദ്യം കണ്ടപ്പോൾ കളർപ്പൊരി പാത്രത്തിലാക്കി ചെന്ന് വിചാരിച്ചു. എന്നാൽ ഇതാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി. പീസൊക്കെ വലിയ ടൈപ്പ് തന്നെയാണ്. മനസ്സില്ല മനസ്സോടാണെങ്കിലും ഗുജറാത്തി ബിരിയാണി ടെസ്റ്റ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. ഹൈപ്പ് കൊടുത്ത് പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല, ഒരു ആവറേജ് ബിരിയാണി. ടേസ്റ്റിന്റെ കാര്യത്തിൽ നമ്മുടെ ബിരിയാണി കമ്പയർ ചെയ്യരുത്. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ 4 മണി കഴിഞ്ഞ് 5 മിനിറ്റ് പിന്നിട്ടു. ഇതാണ് നമ്മൾ ചൂസ് ചെയ്ത AC ഡോർമെറ്ററി. ഇവിടുത്തെ കട്ടിലേക്ക് 1/2 ആണ്, അടിയിലും മുകളിലും കിടക്കാൻ അർത്ഥം. ഡോർമെറ്ററിന്റെ ഒരു പ്രശ്നം പിൻവിളിയും മുൻവിളിയൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. ബ്രഷും പേസ്റ്റ് എടുത്ത് വന്നപ്പോൾ നേരം വെളുത്ത്. എന്നാ പിന്നെ പല്ലേച്ചേക്കാം. ഇവിടുത്തെ ബാത്റൂമിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സെറ്റപ്പ് ഉള്ളൂ. ഗുജറാത്തി സർക്കാരിന് ഇത്ര സെറ്റപ്പുള്ള ബസ്സൊക്കെ ഓടുന്നുണ്ടല്ലേ. നിങ്ങൾ ആരെങ്കിലും ഇത് യാത്ര ചെയ്തിട്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. യാത്രക്ഷീണം കൂടുതലായതുകൊണ്ട് ഉറക്കക്ഷീണം മാറാൻ നേരില്ലാണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. ഈ കാണുന്നതാണ് സൂറത്തിലെ റെയിൽവേ സ്റ്റേഷൻ. പട്ടണ മധ്യത്തിൽ ഇലക്ട്രിക് ബസ്സുകളൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. ഓട്ടോറിക്ഷയുടെ കളർ കണ്ട CNG ആണ് കരുതെങ്കിൽ ഇവിടുത്തെ എല്ലാ ഓട്ടോറിക്ഷക്കും ഇതേ കളറാണ്. ഇവിടെ ഓട്ടോക്കാർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ഭയങ്കരം തന്നെ. അങ്ങനെ ഓട്ടോറിക്ഷ കയറി നഗരമധ്യത്തിൽ കൂടെ യാത്ര തുടങ്ങി. കാക്കിട്ട് ഓടിക്കുന്ന ഡ്രൈവർമാരും ഇവിടെ കാണുന്നില്ല. ഇത്രയും തിരക്ക് പിടിച്ച ടൗണിലൂടെ ഓട്ടോ ഓടിക്കുന്നത് ജെറ്റ് ഓടിക്കുന്ന പോലെയാണ്. ഡ്രസ്സിന്റെ മേഖലയിൽ പേര് കേട്ട സ്ഥലമാണല്ലോ ഗുജറാത്ത്. ഗൂഗിൾ പേ അതിന് 100 നോട്ട് കൊടുത്തപ്പോൾ 50 നോട്ട് തിരിച്ചെന്ന് ഞങ്ങൾ നേരെ പോകുന്ന അജ്മേര ഫാഷനിലോട്ട് പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ. ഇതിനകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഡ്രസ്സിന്റെ മേഖലയിൽ മഹാലോകം തന്നെ. ഹോൾസെയിൽ ആയിട്ട് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്താൽ മതി. കാരണം അത്രയും ചീപ്പ് റേറ്റ് ആണ് ഇവിടെ സാധനം കൊടുത്തോണ്ടിരിക്കുന്നത്. ഇനി എവിടേക്ക് വേണമെങ്കിലും ഇവർ കൊറിയറും ചെയ്തു തരും. വർക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കാഴ്ചയുള്ളത് ഒരു ബുള്ളറ്റ് ഉപയോഗിച്ച് കണ്ട ഒരു കൊട്ടവണ്ടി ഉണ്ടാക്കിയത്. ഇത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇതേപോലത്തെ ഒരു വണ്ടി നമ്മളെ റോട്ടിൽ ഇറക്കാൻ നമ്മുടെ നാട്ടിൽ സമ്മതിക്കും. ഒരു ബുള്ളറ്റിന്റെ എഞ്ചിന് ഇത്രയും ലോഡ് വലിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടല്ലോ അല്ലേ. കിക്കർ ഉപയോഗിച്ചോ ബട്ടൺ ഉപയോഗിച്ചാൽ ഇത് സ്റ്റാർട്ട് ആക്കുന്നത്. എന്തായാലും ഇത് വേറൊരു കാഴ്ച തന്നെയായിരുന്നു. ഇത്രയും വലിയ നഗരത്തിൽ ഇത്രയും തോന്നെ ബൈക്കുകൾ പൊടി പിടിച്ച് ചേർക്കുന്നുണ്ടോ സംഗതി മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത് ഇത് ഗുജറാത്തി പോലീസ് സ്റ്റേഷൻ ആണെന്ന്. ഒരു കണ്ടെയ്നർ വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ വെച്ചിട്ടാണ് ജിബ്രൂട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. സ്കൂളിൽ പോയിട്ട് 2 അക്ഷരം പഠിക്കുന്ന ടൈമിൽ ഈ അങ്ങാടിയിൽ ഈ ബാഗും തൂക്കി ഇങ്ങനെ യാചിക്കണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ജീവിത സാഹചര്യം ആലോചിച്ച് നോക്കിയേ. ഈ നിപ്പ് കണ്ടാൽ പറയോ ഓട്ടോറിക്ഷ കൈയാട്ടാൻ വേണ്ടി നിൽക്കുന്നുള്ളത്. ഇവിടെ ഓട്ടോയിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോക്കാരായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി നിശ്ചയമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. 100 രൂപ ഓട്ടോക്കാരൻ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നത് 50 രൂപയെന്ന് പറഞ്ഞാൽ ഒരു പറയും 50 രൂപ മതി. ഇത് 50ന്റെ കേസല്ല. ഓട്ടോക്കാരൻ 50 നോട്ട് കൊടുത്ത് വീശപ്പോൾ 30 രൂപ ബാക്കിയാണ്. സൂറത്തിലെ അങ്ങാടി തെരുവിൽ നോമ്പ് തുറക്കാൻ വേണ്ടി അരിഞ്ഞപ്പോഴാണ് ഈ പള്ളി കണ്ടുപെട്ടെ. പള്ളിന്റെ മുൻവശത്തായിട്ട് വിൽക്കാൻ വെച്ച ഈ സാധനത്തിന്റെ പേരാണ് മിസ്വാ. പണ്ടുള്ള ആൾക്കാരൊക്കെ ഇത് പല്ലാക്കാനാണ് യൂസ് ചെയ്തിരുന്നത്. ഇവിടുത്തെ നോമ്പ് തുറക്ക് വേണ്ടി കൊണ്ടുവന്ന ഐറ്റംസ് ആണ് ഈ കാണുന്നത്. എല്ലാവരും ടീമായിട്ട് ഓരോ സെറ്റ് ആയിട്ടാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിരിക്കുന്നത്. എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് കൈട്ട് വാരിട്ടാണ് കഴിക്കുന്നത്. ഇവന്റെ ഈ ആംഗ്യ ഭാഷ എനിക്ക് മനസ്സിലാവുള്ളൂ. ആദ്യ കാഴ്ചത്തിന് ഗോതമ്പ് പായസം തോന്നിയെങ്കിലും ഇതാണ് മട്ടൻ സൂപ്പ്. ബീഫ് പിന്നെ ഇവിടെ വഹോ കുല്ല് ഹറാമോ. ഫസ്റ്റ് ടൈം കഴിക്കുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ, സംഗതി വെറൈറ്റി ആയിട്ട്. ഇത്രയും ആളുകൾക്കിടയിൽ നോമ്പറന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് പോലീസുകാരുടെ റോഡ് ഷോ കാണുന്നത്. 20 രൂപ ആഞ്ഞു വീശി ഇവിടുത്തെ വെറൈറ്റി ആയിട്ടുള്ള ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ എന്തിനാ ഫോർനായി എന്ന് പറഞ്ഞ മാതിരി ഈ സംഗതി കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഉള്ളത് കടുപ്പത്തിലുള്ള സാധനമാണ്. ഇതിന് കൂട്ടം തന്നാൽ ഇവർക്ക് മാത്രമേ അറിയണ്ടാവുള്ളൂ. വായലിട്ട് ചമയ്ക്കാൻ പറ്റിയ ഉറുപ്പിന്റെ ഇജാതി സാധനങ്ങൾ ഇവിടെ കിട്ടുള്ളൂ. ഇനി നമുക്ക് ഡോർമെറ്ററിൽ കുറച്ച് വിശ്രമിക്കാം, അത് മേസിയിൽ. ഇനി നമുക്ക് കുളിച്ച് മാറ്റി ഫ്രഷ് ആയിട്ട് നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടുത്തെ വെള്ളത്തെ കുളിച്ച് പനി വരെ എന്തോ. പുറത്തിറങ്ങി പോകുന്ന കൂട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കും വേണം. സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നതാണ് വൈബെങ്കിലും സേഫ്റ്റി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ തീരുമാനിച്ചു. തന്തൂർ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കാല് പൊരിച്ചു തന്നിട്ട് നമ്മളെ പറ്റിച്ച്. ഒരു പൊറോട്ടയ്ക്ക് ഇവിടെ 25 രൂപ വില. എന്തായാലും ചപ്പാത്തിക്ക് 12 രൂപ, ഒരു ആവറേജ് ഫുഡ്. ചായ ടേസ്റ്റ് കാരണം 100ാമത് ചായ ആയിരിക്കും ഇന്ന് മേടിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ഷോപ്പിലെ ചായക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കും. ഇവിടുത്തെ സ്പെഷ്യൽ സാധനമാണ് വടയപ്പം. അതൊന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. സാധാ പെണ്ണിന്റെ അകത്ത് ഒരു ബോണ്ട നിറച്ച് തരുന്നതാണ് ഇവരുടെ വടയപ്പം. ഈ സാധനം ഗുജറാത്തിലേക്ക് എത്താൻ നേരത്തെ നമുക്ക് ട്രെയിനിന് കിട്ടിയായിരുന്നു. പേഴ്സണൽ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ വലിയ ഹൈപ്പ് പറയാൻ പറ്റിയ സാധനം നല്ലത്. എല്ലാ ടേബിളിലും കോമൺ ആയിട്ട് കൊണ്ടുവെക്കുന്ന സാധനം. ഇനി നമുക്ക് ഇവിടുത്തെ തിക് ഷേക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഈ ചേട്ടൻ കുടിക്കുന്ന കണ്ടപ്പോഴാണ് ശരിക്കും ഇത് ട്രൈ ചെയ്യാൻ തോന്നിയത്. സെലക്ഷൻ എന്തായാലും മോശമായില്ല, കിടക്കാച്ച സാധനം. രാത്രി 12 മണിയായപ്പോൾ ആൾക്കാർ പീടി പൂട്ടി പെരെ പോയി. വടയപ്പം തിന്നാൻ എത്ര കഷ്ടപ്പെട്ട ആൾക്കാർ വരിക്കുന്നത്. കുറച്ച് മുന്തിരി കഴിഞ്ഞപ്പോൾ കറുത്ത കവറിലുള്ള സാധനം തന്നെ. ഒറ്റ നോട്ടത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വണ്ടിയെ തോന്നുന്നെങ്കിൽ ഇത് ഗുജറാത്തി പോലീസിന്റെ വണ്ടിയാണ്. ഈ കാണുന്നതാണ് ചിക്കൻ കോലാപൂരി. കൂട്ടിന് ചപ്പാത്തിയും പറഞ്ഞു. സത്യം പറഞ്ഞാൽ കാണുന്ന ഭംഗിയൊന്നും കഴിക്കില്ല. ഡോർമെറ്ററി വന്ന് ഉറങ്ങിയ ശേഷം കറക്റ്റ് 4 മണിക്ക് കെട്ടിയും പടക്കെടുത്ത് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ചാവി കൊടുക്കാൻ വേണ്ടി റിസപ്ഷനിൽ എന്നപ്പോൾ സംഗതി മനസ്സിലായത് ഇയാളുടെ പോത്ത് കെട്ടിട്ടമാരി കിടന്നു തുടങ്ങും. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടുത്തെ ആളുകളുടെ ജീവിതശൈലി പഠിച്ചു വരുന്നേ ഉള്ളായിരുന്നു. ഇനി ഗുജറാത്തിലോട്ട് വരുമെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫേവറേറ്റ് ചായ കുടിച്ച് മടങ്ങിയേക്കാം. അപ്പം ശരി, ബാക്കി നാളെ.